ശരണ്യ, വെരി ഗുഡ് മോർണിംഗ്. ഈ ബിന്ദു പത്മനാഭൻ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഊർജിതമാകുന്ന അതേ ഘട്ടത്തിലാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരമെന്തോ അതിൽ നിന്ന് നേരെ വിപരീതമായുള്ള വളരെ സുപ്രധാനമായ വിവരം ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്. ഈ ബിന്ദു പത്മനാഭൻ ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല എന്ന് നേരത്തെ തന്നെയുള്ള ഒരു ഫോൺ സംഭാഷണം നമ്മൾ തന്നെയാണ് പുറത്തു കൊണ്ടുവന്നത്. ഇപ്പോഴിതാ ഇതുമായി ബന്ധപ്പെട്ട ഏറെ നിർണായകമായ വെളിപ്പെടുത്തലാണ് വരുന്നത്. എന്തൊക്കെയാണ് ഇയാൾ നമ്മളോട് ന്യൂസ് 18നോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്? ഒപ്പം സീരിയൽ കില്ലർ ആണോ സെബാസ്റ്റ്യൻ എന്നുള്ള സംശയം അത് ബലപ്പെടുത്തുന്ന വിവരങ്ങളാണ്, നിർണായക വിവരങ്ങളാണ് ഓരോ ദിവസവും വരുന്നത്, അല്ലെ? ഭവ്യ, ഈ ബിന്ദു പത്മനാഭൻ തിരോധാനവുമായി ബന്ധപ്പെട്ട മറ്റൊരു സ്ത്രീയെ കാണാതായത് മാത്രമല്ല, മറിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു ലാൻഡ് മാഫിയ ഇതിനു വേണ്ടി ഇടപെട്ടിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം മറ്റ് രേഖകളൊക്കെ, റവന്യൂ ഓഫീസുകളിലൊക്കെ രേഖകൾ പരിശോധിക്കുമ്പോൾ ഈ സെബാസ്റ്റ്യൻ എന്ന വ്യക്തി ഒറ്റയ്ക്കല്ല ഈ സംഭവങ്ങളിലെല്ലാം ഇതിന്റെ എല്ലാം പിന്നിലെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ട സതീശൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ സാധാരണ യുക്തിക്ക് പലതും യോജിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് 2005 മെയ്യിൽ തൊട്ട് ബിന്ദു പത്മനാഭൻ ട്രഷറി അക്കൗണ്ടുകൾ ഉൾപ്പെടെ ഉപയോഗിച്ചിട്ടില്ല. അതായത് അച്ഛന്റെ ട്രഷറിയുടെ വരുന്ന പണം ഉൾപ്പെടെ ബിന്ദു അവിവാഹിതയായതുകൊണ്ട് ബിന്ദുവിനാണ് അത് ഉപയോഗിക്കാൻ കഴിയുമായിരുന്നത്. പക്ഷെ 2005 മെയ് തൊട്ട് ബിന്ദുവിനെ ആരും നേരിട്ട് കണ്ടവരോ അല്ലെങ്കിൽ ബിന്ദു ഈ പണം ഉപയോഗിച്ചിട്ടുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും സ്ഥിരീകരിക്കാനായിട്ടില്ല. ഒരു അക്കൗണ്ടുകളും അവർ യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ആ ഒരു ഘട്ടത്തിലാണ് അന്വേഷണ സംഘം 2005 മെയ്ക്ക് ശേഷം ബിന്ദുവിന് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു നിലപാടിൽ അവർ എത്തി നിൽക്കുന്നത്. പക്ഷെ സതീശൻ പറയുന്നത് 2006 മെയ്യിൽ ബിന്ദു നേരിട്ടെത്തി താനുമായി ഭൂമി ഇടപാട് നടത്തി എന്നുള്ളതാണ്. അതായത് അമ്പലപ്പുഴ ക്ഷേത്രത്തിന് തൊട്ട് പടിഞ്ഞാറ് ഭാഗത്തുള്ള കണ്ണായ ഭൂമിയാണ് അവർ വിറ്റത് എന്നുള്ളതാണ്. ഇതിൽ സതീശൻ പറയുന്ന കാര്യം എന്ന് പറയുന്നത് സെബാസ്റ്റ്യനുമായി നേരിട്ട് ബിന്ദു തന്റെ പള്ളിപ്പുറത്തെ ലോഡ്ജിലെത്തി എന്നുള്ളതാണ്. ആ ലോഡ്ജിൽ എത്തി അതിന്റെ മുന്നിലിരുന്ന കാറിലിരുന്ന ബിന്ദു തന്നോട് ഈ സ്ഥലം വിൽക്കാനുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു. താൻ അതിന്റെ രേഖകൾ വാങ്ങി എന്നുള്ള കാര്യം അയാൾ സ്ഥിരീകരിക്കുന്നുണ്ട്. പിറ്റേ ദിവസം അന്ന് വൈകിട്ട് ബിന്ദു സെബാസ്റ്റ്യന്റെ വീട്ടിലേക്ക് പോകുന്നു. സെബാസ്റ്റ്യന്റെ വീട്ടിൽ അന്ന് രാത്രി ബിന്ദു താമസിച്ചിരുന്നു എന്ന് സതീശൻ നമ്മളോട് സ്ഥിരീകരിക്കുന്നു. കാരണം പിറ്റേ ദിവസം രാവിലെ സ്ഥലം വിൽക്കുന്നതിന് വേണ്ടി, സ്ഥലം കാണാൻ പോകുന്നതിന് വേണ്ടി താൻ സെബാസ്റ്റ്യന്റെ വീട്ടിലെത്തിയപ്പോൾ ബിന്ദു അവിടെ രാത്രി സ്റ്റേ ആയിരുന്നു എന്നുള്ള കാര്യം തനിക്ക് മനസ്സിലായി എന്നാണ് ഇയാൾ പറയുന്നത്. ഒപ്പം തന്നെ ബിന്ദുവിനോട് അവിടെ സെബാസ്റ്റ്യന്റെ വീട്ടിൽ തന്നെ തുടരാൻ പറഞ്ഞിട്ട് താനും സെബാസ്റ്റ്യനും കൂടിയാണ് അമ്പലപ്പുഴയിലെ ഭൂമി കാണാൻ പോയത് എന്നുള്ള കാര്യം ഇയാൾ നമ്മളോട് സ്ഥിരീകരിക്കുന്നു. അതിനുശേഷം പിന്നീട് തിരിച്ചു വന്ന് അന്ന് തന്നെ അഡ്വാൻസ് കൊടുത്തു. അതായത് നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങുന്നെങ്കിൽ എത്ര ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്തതിനു ശേഷമായിരിക്കും അതിലേക്ക് ഒരു അഡ്വാൻസ് അടക്കമുള്ള ഘടകങ്ങളിലേക്ക് കടക്കുക. കാരണം ആധാരവും മുന്നാധാരവും അടക്കം ബാധ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചാണ് നമ്മളൊരു ഡീലിലേക്ക് കടക്കുക. പക്ഷെ സതീശൻ പറയുന്നത് അന്ന് തന്നെ 1.5 ലക്ഷം രൂപ താൻ അഡ്വാൻസ് ആയി ബിന്ദുവിന് നൽകി എന്നുള്ളതാണ് പറയുന്നത്. അന്ന് ആ ദിവസം സെബാസ്റ്റ്യനൊപ്പം പള്ളിപ്പുറത്തെ വീട്ടിൽ 2006 ബിന്ദു ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ സതീശൻ നമ്മളോട് വ്യക്തമാക്കുന്നത്. അതിനുശേഷം പിന്നെ ബിന്ദുവിനെ കണ്ടിട്ടേ ഇല്ല എന്ന് സതീശൻ പറയുന്നു. 2006 നിന്നും ഈ അഡ്വാൻസ് നൽകിയതിനു ശേഷം കൃത്യം 6 മാസം കഴിഞ്ഞപ്പോൾ ബിന്ദു പത്മനാഭനെതിരെ ഇയാൾ കോടതിയെ സമീപിക്കുകയാണ്. അതായത് തന്റെ എഗ്രിമെന്റ് കാലാവധി കഴിഞ്ഞിരിക്കുന്നു, തനിക്ക് സ്വത്തുക്കൾ എഴുതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചു എന്നാണ് സതീശൻ നമ്മളോട് പറഞ്ഞത്. അതായത് ഈ ഒരു ഡീൽ വന്നതിന് ശേഷം ബിന്ദുവിനെ പല തവണ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു, അവരെ കിട്ടുന്നില്ല, അവരെ കാണാൻ കഴിയുന്നില്ല. അങ്ങനെ ബിന്ദു ഇടക്ക് താൻ ചെന്ന് സെബാസ്റ്റ്യനിൽ സമ്മർദ്ദം ചെലുത്തിയപ്പോൾ ബിന്ദു തന്നെ വിളിച്ചത് ഒരു എക്സസ് എന്നൊക്കെ പറയുന്ന ഒരു കോളിൽ നിന്നാണ്. അത് വിദേശ കോളാണോ എന്ന് സംശയമുണ്ട്. അതായത് ഒരു നമ്പർ എടുത്ത് കാണിക്കാൻ കഴിയുന്ന ഒരു നമ്പർ അയാൾ പറയുന്നില്ല എന്നുള്ളതാണ്. അതായത് വിദേശ കോളിൽ നിന്ന് എന്തോ വിളിച്ചു, എക്സസ് എന്നൊക്കെയുള്ള നമ്പറാണ് കണ്ടത്, അത് വിദേശ കോളാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ഭൂമി എഴുതി തരാത്തത് എന്തുകൊണ്ട്, അഡ്വാൻസ് വാങ്ങിയിട്ട് ഭൂമി എഴുതി തരാത്തത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യത്തിന് ബിന്ദു പറഞ്ഞ മറുപടി, ഞാൻ വന്നില്ലെങ്കിലും നിങ്ങൾക്ക് ഭൂമി എഴുതി എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ എന്ന് ബിന്ദു സതീശനോട് മറുപടി പറഞ്ഞു എന്നാണ് സതീശൻ നമ്മളോട് പറയുന്നത്. അങ്ങനെ ആരെങ്കിലും പറയുമോ എന്നുള്ളത് സാധാരണ യുക്തിക്ക് നിരക്കാത്തൊരു മറുപടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഈ വന്ന് എഴുതി നൽകാമെന്ന് പറഞ്ഞത്, അതായത് 1.5 ലക്ഷം രൂപ സെന്റിന് വെച്ച് അന്ന്, അതായത് 2006 അഡ്വാൻസ് ചെയ്ത ഭൂമി എന്ന് പറയുമ്പോൾ 12 സെന്റ് ഭൂമിയോളം ഉണ്ട്. അതായത് 1 കോടി രൂപയ്ക്ക് മുകളിലുള്ള ഒരു ഭൂമിയാണത്. ആ ഭൂമിയുടെ ബാക്കി 1.5 ലക്ഷം രൂപ മാത്രം വാങ്ങിയിട്ട് ബിന്ദു തിരികെ പോകുമോ, ബാക്കി നിങ്ങൾ എഴുതിയെടുത്തോ എന്ന് പറയുമോ എന്ന് സാധാരണ ആർക്കും തോന്നാവുന്ന ഒരു സംശയം നമുക്കും തോന്നുന്നുണ്ട്. അതാണ് പക്ഷെ സതീശൻ നമ്മളോട് പറഞ്ഞ കാര്യം. 6 മാസം കഴിഞ്ഞ് സതീശൻ ആ ഭൂമി കോടതിയിലേക്ക് പോകുന്നു. അഡ്വക്കേറ്റ് ഹരിഹരപുത്രനാണ് തനിക്ക് വേണ്ടി ഹാജരായതെന്ന് അദ്ദേഹം
വ്യക്തമാക്കുന്നു. അതിനുശേഷം ഈ കേസിന്റെ വാദം നടക്കുന്നു. എക്സ്പാർട്ടി ആയിട്ടാണ് വിധിയാവുന്നതെന്നാണ്. കാരണം ബിന്ദു ഒരിക്കൽ പോലും കോടതിയിൽ ഹാജരായില്ല. ഈ അഡ്വാൻസ് നൽകിയ തുക വെച്ചിട്ട് കോടതിയിൽ കേസിന് പോവുകയും ബിന്ദു ഹാജരാകാത്തതിനെ തുടർന്ന് ഇവർക്ക് അനുകൂല വിധി ലഭ്യമാവുകയും ചെയ്തു. അതിനുശേഷം ആ ഭൂമി ആ കേസ് വാദിച്ച അഡ്വക്കേറ്റിന്റെ അനിയന് തന്നെ വിറ്റു എന്നാണ് സതീശൻ പറയുന്നത്. സതീശൻ പറയുന്ന കാര്യങ്ങൾ കൂടുതലും നമുക്ക് സാധാരണ ഒരു യുക്തിക്ക് ചേരാത്ത പല കാര്യങ്ങളും പറയുന്നുണ്ട് എന്നുള്ളതാണ്. അന്വേഷണ സംഘം പല ഘട്ടങ്ങളിലും ബിന്ദു തിരോധാനവുമായി ബന്ധപ്പെട്ടും ചേർത്തല ബിന്ദു പത്മനാഭൻ തിരോധാനത്തിൽ നിർണായക വെളിപ്പെടുത്തലാണ് ഉണ്ടായിരിക്കുന്നത്. തിരോധാനത്തിന് ശേഷം കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ബിന്ദുവിന്റെ ഭൂമി സ്വന്തമാക്കിയ സതീശന്റേതാണ് വെളിപ്പെടുത്തൽ. 2005 മേയ്ക്ക് ശേഷം ബിന്ദു ജീവനോടെ ഇല്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. എന്നാൽ 2006 ഭൂമി വിൽക്കാൻ സെബാസ്റ്റ്യനൊപ്പം ബിന്ദു എത്തിയതായി സതീശൻ ന്യൂസ് 18നോട് പറഞ്ഞു. വളരെ നിർണായകമായ വെളിപ്പെടുത്തലാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിലൊരു ലഹരി ഭൂമാഫിയയുടെ ഇടപെടൽ ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ വാർത്ത നമുക്ക് വിശദ